ചങ്ങനാശ്ശേരി അതിരൂപതാംഗവും വടവാതൂർ സെമിനാരി മുൻ റെക്ടറുമായിരുന്ന ഫാദർ ഡോക്ടർ തോമസ് റാമ്പിക്കലിനെ അവസാനമായി ആദരാഞ്ജലികൾ അർപ്പിക്കാൻ സഭയിലെ പിതാക്കന്മാർ എത്തിച്ചേർന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് ഉൾപ്പെടെ 17 പിതാക്കന്മാരാണ് പരിയേതനായ വൈദികനെ അന്ത്യോപചാരമർപ്പിക്കാൻ നേരിട്ടെത്തിയത്. സഭയ്ക്കും സെമിനാരി പരിശീലനത്തിനും ഫാദർ തോമസ് റാമ്പിക്കൽ നൽകിയ വിലമതിക്കാനാവാത്ത സംഭാവനകളുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു മെത്രാന്മാരുടെ ഈ വലിയ സാന്നിധ്യം. ഫാദർ തോമസ് റാമ്പിക്കലിന്റെ വേർപാടിൽ സഭാധ്യക്ഷന്മാർ ആഴമായ ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള അച്ഛന്മാരിൽ ഒരാളാണ് തോമസ് റാമ്പിക്കൽ അച്ഛൻ എന്ന് തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ പിതാവ് പറഞ്ഞു. 15 വർഷക്കാലം സെമിനാരി പരിശീലനത്തിൽ ഞങ്ങൾ സഹപ്രവർത്തകരായിരുന്നു. അച്ഛന്റെ വേർപാട് എന്റെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം പറിച്ചെടുക്കപ്പെടുന്നതുപോലെ അനുഭവപ്പെടുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ചിട്ടുള്ള അച്ഛന്മാരിൽ ഒരാളാണ് തോമസ് റാമ്പിക്കലച്ചൻ. എൻ്റെ പരിശീലകനായിരുന്നു. സെമിനാരി പരിശീലനത്തിൽ ഞങ്ങൾ ഒരുമിച്ച് സഹപ്രവർത്തകരായിരുന്നു. 15 വർഷക്കാലം. അച്ഛൻ ഇന്ന് ഈ ലോകത്തുനിന്ന് കടന്നു പോകുമ്പോൾ എൻ്റെ തന്നെ പൗരോഹിത്യ ജീവിതത്തിൽ നിന്ന് പറിച്ചെടുക്കപ്പെടുന്ന പോലെയുള്ള ഒരു അനുഭവമാണ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള പൗരോഹിത്യ ജീവിതങ്ങളാണ് ഞങ്ങളെയൊക്കെ മുന്നോട്ട് നയിക്കാൻ പ്രാപ്തരാക്കുന്നത്. അച്ഛൻ്റെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. 1993 മുതൽ എനിക്ക് അച്ഛനെ പരിചയമുണ്ട്. വടവാതൂരിൽ ഞാൻ ഫിലോസഫി പഠിക്കുമ്പോൾ അദ്ദേഹം മോറൽ തിയോളജി പ്രൊഫസറായിരുന്നുവെന്ന് ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ രൂപതാധ്യക്ഷൻ മാർ ഡോക്ടർ ജോസഫ് റാമ്പിക്കൽ പറഞ്ഞു. റാമ്പിക്കലച്ചൻ്റെ നിര്യാണത്തിലുള്ള അനുശോചനം ഗ്രേറ്റ് ബ്രിട്ടൻ സീറോയുടെ പേര് ഞാൻ അറിയിക്കുകയാണ്. 1993 മുതൽ എനിക്ക് റാമ്പിക്കലച്ചനെ പരിചയമുണ്ട്. ഞാൻ വടവാതൂർ തത്വശാസ്ത്രം പഠിക്കാൻ ചെന്നപ്പോൾ അവിടെ അച്ഛന് സെമിനാരിയിൽ ധാർമ്മിക ശാസ്ത്രം മോറൽ തിയോളജി പഠിപ്പിക്കുന്ന അധ്യാപകനായിരുന്നു. വലിയ ശുശ്രൂഷ സഭയ്ക്ക് ചെയ്ത്, പ്രത്യേകിച്ച് വടവാസമ രക്തനിരയിൽ വലിയ ശുശ്രൂഷ ചെയ്ത അച്ഛന് സ്വർഗത്തിനുന്നതമായ സ്ഥാനം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സുനരുന്ന ശോഭയിൽ അച്ഛനായിരിക്കട്ടെ. സുനരുന്ന ശോഭയോടെ അത്വയത്തിൽ പ്രാർത്ഥിക്കുന്നു. വിശ്വസിയായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് 2:15 മുതൽ 2:45 വരെ ചെത്തിപ്പുഴ ആശുപത്രി മോർച്ചറിയിൽ അച്ഛന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വയ്ക്കും. വൈകുന്നേരം 4:30 പുളിങ്കുന്നിലുള്ള വസതിയിൽ ഭൗതിക ശരീരം എത്തിക്കും. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:15 പുളിങ്കുന്നിലുള്ള സഹോദരൻ PT മാത്യുവിന്റെ ഭവനത്തിൽ ആർച്ച് ബിഷപ്പ് എമിരറ്റസ് മാർ ജോസഫ് പെരുന്തോട്ടത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ശുശ്രൂഷകൾ ആരംഭിക്കും. തുടർന്ന് ഉച്ചയ്ക്ക് 2:30 പുളിങ്കുന്ന് സെന്റ് മേരീസ് ഫൊറാന പള്ളിയിൽ ആർച്ച് ബിഷപ്പ് മാർ തോമസ് തറയിലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ കാർമ്മികത്വത്തിലുള്ള സമാപന ശുശ്രൂഷകൾക്ക് ശേഷം പള്ളി സെമിത്തേരിയിൽ അച്ഛന്റെ മൃതദേഹം സംസ്കരിക്കും. ഞങ്ങൾക്കേറെ പ്രിയപ്പെട്ട തോമസ് റാമ്പിക്കൽ അച്ഛൻ്റെ വേർപാടിൽ ഉള്ള ദുഃഖവും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയുടെ മുമ്പിൽ സ്നേഹപൂർവ്വം പ്രണാമം അർപ്പിക്കുന്നു. എനിക്കേറെ പ്രിയപ്പെട്ട അധ്യാപകനായിരുന്നു. ഞാൻ വടവാതൂർ സെമിനാരിയിൽ വലിയ പരിശീലനം നടത്തുന്ന അവസരത്തിൽ ഞങ്ങളുടെ മോറൽ തിയോളജി പ്രൊഫസറായിട്ട് വലിയ മാതൃകാപരമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കുകയും അതിനനുസൃതമായിട്ടുള്ള പഠനം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ സന്ദേശം. ക്ലാസ്സുകളിലെടുത്ത ധാർമ്മിക ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ അത് ജീവിതത്തിൽ നിന്ന് അദ്ദേഹം എടുത്ത് തരികയായിരുന്നു. ഏറെ പ്രിയപ്പെട്ട ഞങ്ങളുടെ ഗുരുബോധന് നിത്യതയുടെ ഭവനത്തിലേക്ക് ഞങ്ങൾ യാത്രാമംഗളങ്ങൾ നേരുന്നു. വിശുദ്ധമായിട്ടുള്ള ധന്യമായിട്ടുള്ള ജീവിതം നയിച്ചിട്ടാണ് റാമ്പിക്കച്ചൻ സ്വർഗത്തിലേക്ക് യാത്രയായിരിക്കുന്നത്. സ്വർഗത്തിൽ നിത്യതയുടെ ഭവനത്തിൽ തമ്പുരാനോടൊപ്പമുള്ള വാസമാകട്ടെ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. അനുശോചനം കുടുംബാംഗങ്ങളോട് ബന്ധുമിത്രാദികളോട് അറിയിക്കുകയും ചെയ്യുന്നു. പുളിങ്കുന്ന് റാമ്പിക്കൽ പരിയേതരായ തോമസ് ത്രേസ്യാമ്മ ദമ്പതികളുടെ മകനായ ഫാദർ തോമസ് പാറൽ സെന്റ് തോമസ് പെറ്റി സെമിനാരി, പൂനെ പേപ്പൽ സെമിനാരി എന്നിവിടങ്ങളിലാണ് പഠനം പൂർത്തിയാക്കിയത്. 1967 സെപ്റ്റംബർ 21
പൗരോഹിത്യം സ്വീകരിച്ച അദ്ദേഹം റോമിലെ അൽഫോൻസിയൻ അക്കാദമിയിൽ നിന്ന് ധാർമ്മിക ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടി. അമ്പൂരി, പാറേൽ, മാങ്ങാനം MOC, കുറിച്ചി, തൃശൂർ മേരിമാതാ സെമിനാരി എന്നിവിടങ്ങളിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. നന്ദിയോടും കൂടിയാണ് എന്നും ഓർക്കുന്നത്. ഇന്നിപ്പോൾ അച്ഛന് സ്വർഗത്തിലേക്ക് യാത്രയാകുന്ന അവസരത്തിലും ആ കടപ്പാടോടുകൂടി ഞാൻ അനുസ്മരിക്കുകയാണ്. കാരണം എന്നെ മൈനർ സെമിനാരിയിലേക്ക് സ്വീകരിച്ചത് അച്ഛനാണ്. വൈദികനെക്കുറിച്ചുള്ള ആദ്യ സ്വപ്നങ്ങൾ പാകിത്തന്നതും രൂപപ്പെടുത്തിയതുമെല്ലാം അച്ഛനാണ്. സെമിനാരി കാലഘട്ടം മുതൽ വൈദികനായപ്പോഴും ഇപ്പോഴത്തെ നിയോഗം സ്വീകരിച്ചപ്പോഴുമെല്ലാം അച്ഛനെ പോയി കാണുകയും അനുഗ്രഹം വാങ്ങുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ഞങ്ങളുടെ എല്ലാവരുടെയും വ്യക്തി ജീവിതത്തിൽ വലിയ സ്വാധീനമായിട്ടുള്ള വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഇവിടെ അഭിമന്യ റാഫേൽ തട്ടിപ്പിതാവും അനുസ്മരിച്ചതുപോലെ അനേകം വൈദികരെ രൂപപ്പെടുത്തി വൈദിക ശുശ്രൂഷയിൽ അവർക്ക് വിളക്കായിട്ട് അച്ഛന് നയിച്ചിട്ടുണ്ട് ഞങ്ങളെല്ലാവരെയും. ഇതെല്ലാം ഈ അവസരത്തിൽ ഓർക്കുന്നു. അച്ഛൻ്റെ ധന്യമായ ജീവിതത്തെ ദൈവം എല്ലാവിധത്തിലും മഹത്വപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. കുടുംബാംഗങ്ങളോടും അച്ഛൻ്റെ സഹപ്രവർത്തകരായിരുന്ന എല്ലാവരോടും അച്ഛൻ്റെ പ്രിയപ്പെട്ട എല്ലാ വ്യക്തികളോടും അനുശോചനവും പ്രാർത്ഥനയും അറിയിക്കുകയും ചെയ്യും.